കണ്ണൂര് പോണെന്നോ? കണ്ണിരിക്കുന്നു. ഗ്യാസ് തീർന്നിട്ട് ഒരാഴ്ചയായി എന്ന് ഞാൻ പറയാം. എടുത്തോണ്ടാന്ന് വിറകടുപ്പിനകത്ത് കിടന്നോട്ട് ഓരോ കുഞ്ഞിന് പാലെത്തി കൊടുത്തോണ്ട് കൊതു തീർന്ന് കഥ പഠിച്ചിട്ട്. നിങ്ങൾ ഇന്നും കുടിച്ചിട്ട് വന്നില്ലയോ? നിങ്ങൾക്ക് നിരന്തരം ഇങ്ങനെ കള്ളു കുടിക്കാനും കൂട്ടുകാരോടൊപ്പം കയറിയിരുന്ന ഇറച്ചി മീനും തിന്നാനും പൈസ ഉണ്ട്. ഗ്യാസ് കുറ്റി എടുത്ത് തരാൻ പൈസ ഇല്ല. ശ്വാസം മുട്ടലായ ഞാൻ കുടിക്കണോ? കഞ്ചാവ് വലിക്കണോ? ഞാൻ ബ്രൗൺ ഷുഗർ ഇൻജക്ട് ചെയ്യണോ? ഞാൻ സിഗരറ്റ് വലിക്കണോ? ഞാൻ ബീഡി വലിക്കണോ? ഞാൻ മുറുക്കാൻ ചവയ്ക്കണോ? ഞാൻ പാക്ക് ഉപയോഗിക്കണോ? ഞാൻ ലഹരികൾ ഉപയോഗിക്കണോ ഇല്ല എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കണത്. നീ ആര്? നീ എന്റെ ആരാണ് നീ തീരുമാനിക്കാൻ? നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾക്ക് ബോധമില്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന്? എന്തോന്ന് നിങ്ങൾ പറയുന്നേ? എന്തിനാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ നിരന്തരം പോയി നിങ്ങൾക്ക് കള്ളു കുടിക്കാൻ പൈസ ഉണ്ട്, കൂട്ടുകാരോടൊപ്പം ബാറ് കയറിയിരുന്ന് ഇറച്ചി മീൻ തിന്നാൻ പൈസ ഉണ്ട്, ഒരു പൊടിക്കുഞ്ഞ് ഇവിടെ ഒരു ബിസ്ക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾ ഒരു ഉമ്മച്ചിയുടെ വയറ്റിൽ നിന്ന് വന്നല്ലേ? ആണോ? അതുപോലൊരു പെണ്ണല്ലേ ഞാൻ അതുപോലെ 10 മാസം നൊന്ത് പ്രസവിച്ച കുഞ്ഞാണോ അത്? ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നോ? നിങ്ങളിങ്ങനെ കള്ളു കുടിച്ച് ആന പോലെ ഇരുന്ന നിങ്ങൾ കുടിച്ച് നിങ്ങൾ കൊതു പോലെയായി എന്ന് ഊതിയാ നിങ്ങൾ. അയ്യോ ആ വീണ് ഊതിയപ്പോലെ വീഴുന്ന സാധനം കള്ളുകൂടിയുടെ ഭവിഷ്യത്താ. ഹൃദയം പോയി, കാട്ടും പോയി, കുഴലും പോയി. ഞാൻ ഊതിയപ്പോ നിങ്ങൾ വീണല്ലയോ? എന്നെ വിട് കരമട, എന്നെ വിട് കണ്ടുകുടിച്ച് ഒരൊറ്റ ആരോഗ്യമില്ല. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഈ ലോകരാജ്യം മൊത്തം നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ കേൾക്കുന്നു. ഞാൻ പിടിക്കത്തില്ല. എന്റെ തലമുടി എല്ലാം കൂടെ കുട്ടിപ്പിടിച്ച് ഇടിച്ച് എനിക്ക് തലവേദനയായ എനിക്ക് എന്നും തലവേദന. എനിക്ക് തലവേദന കൊണ്ട് എന്നും എന്നെ തലമുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. ഈ മദ്യം കഴിക്കല്ലേ എന്ന് പറഞ്ഞ് ഇത്രയും ചക്കപ്പാളം പോലെ ഇരുന്ന് നിങ്ങൾ മദ്യം കഴിച്ച് കൊതു പോലെ ആയോ? ഒന്ന് ഊതിയപ്പോ നിങ്ങൾ അവിടെ വീണോ? നിങ്ങളവിടെ ഊതിയപ്പോ നിങ്ങൾ എവിടെ വീണോ? എന്റെ അടിവേറും. ഊതിയപ്പോ വീണോ നിങ്ങളവിടെ വന്നു? എനിക്ക് വയ്യ, സ്മെല്ല് സഹിക്കാൻ വയ്യ. പാല് കൊണ്ടുവന്നത് പശുവിനെ കറന്നിട്ടാണ് യാവനാണ് പാല് കൊണ്ടുവന്നത്. പാലോ? എന്റെ കൊച്ചക്കന്റെ കയ്യിലിരുന്ന പൈസ കൊടുത്താണ് വാങ്ങിച്ചത്. പാലാരാണ് കൊണ്ടുവന്നത്? നിനക്ക് ഡ്രസ് അണിഞ്ഞു തന്ന ആരാണ്? നിനക്ക് ഡ്രസ് ഫ്രണ്ടിൽ വരേണ്ടത് ബാക്കിൽ വന്നിരിക്കുന്നത്. ബാക്കിൽ വരേണ്ട ഫ്രണ്ട്. യാവനാടി ഇപ്പൊ വന്നിട്ട് പോയത്. ഫ്രണ്ടിൽ വരേണ്ടത് ബാക്കിൽ വന്നിട്ട് ആരടി വന്നിട്ട് പോയി? ആരടി വന്നിട്ട് പോയി? പറഞ്ഞതിന് ശേഷം നീ പറയില്ലേ? ശരീരത്ത് കൂടെ കള്ളു കുടിച്ചിട്ട് വന്നു. നിങ്ങളിങ്ങനെ സംശയിക്കരുത്. തലമുടി പിടിച്ചു. വന്നില്ലേ? ഇങ്ങനെ അനാവശ്യം പറയരുത്. എന്നെ സംശയിക്കരുത്. എന്നെ എന്നെ വിട്. എന്റെ കുഞ്ഞിന്റെ യൂണിഫോം കഴുകാൻ കിടക്കുന്നു. ആ പാൽ അടുപ്പായിരുന്നു, പറ്റിപ്പോയി കാണാൻ. എന്നെ ഒന്ന് വിടും. ഒന്ന് മാറ്. നിങ്ങൾ എന്നെ എന്തുവാ ഇവിടെ അങ്ങോട്ട് മാറുന്നില്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വല്ലതും വാങ്ങിച്ചു തന്നോ ആഹാരം വെക്കാൻ? നിങ്ങൾ ഇവിടെ വല്ലതും മേടിച്ച് തന്നിട്ടാണോ പോയത്? നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ബിവറേജിലല്ലേ കൊണ്ടു കൊടുക്കുന്നത്? ആണോ? ബിവറേജിലാണോ കൊണ്ടു കൊടുക്കുന്നത്? എത്ര ദിവസമായി ഇവിടെ സാധനം വാങ്ങിച്ചിട്ട്? എന്ന് ഈ നാശം പിടിച്ച നാട്ടിൽ നിന്ന് ഈ മദ്യം നിർത്തലാക്കുന്നോ അന്നേ ഉള്ളൂ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നത്.
ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് ഡെയിലി എടുത്തിട്ട് അടിച്ചടിച്ച് തലവേദനയും പുറം വേദനയും. നിങ്ങൾ നാട്ടിൽ ഞാൻ പറയാം, നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നപ്പം നിങ്ങളൊരു മിഠായി പോലും കൊണ്ടുവരാതെ മിഠായി പോലും കൊണ്ടുവരാതെ നിങ്ങള് മിഠായി കൊണ്ടുവരാതെ ഒരു സൂക്കേസ് നിറച്ച് മദ്യം കൊണ്ട് വന്നു. നിങ്ങൾ കുളിക്കാൻ അത്തോണി കയറിയ സമയത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോ അതിനകത്ത് മൊത്തം മദ്യം. ഞാൻ അതെടുത്ത് മാറ്റി കളഞ്ഞിട്ട് ഞാൻ തേങ്ങ എടുത്ത് വെച്ചു. നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ കൊണ്ട് തുറന്നപ്പം അത് തേങ്ങ, അതിന്റെ കലിപ്പാണ് നിങ്ങൾ എന്നെ തീർക്കുന്നത്. മാറും എന്റെ ബാപ്പ തരാനുള്ളതൊക്കെ തന്നു. ഇനിയൊന്നുമില്ല. കണ്ടുപിടിനായ നിനക്ക് പെണ്ണിനെ കെട്ടിച്ച് തന്നു എന്റെ ബാപ്പ. നീ അങ്ങോട്ട് പോ. എന്നെ ഉപദ്രവിക്കരുത്. 10-13 വർഷമായി ഞാൻ എന്റെ മോനെ വിളിച്ചോണ്ട് ഞാൻ പൊക്കോളാം. ഞങ്ങൾ എവിടെ പോവാനാ? എന്നെ കെട്ടിച്ചു വിട്ടെങ്കിൽ ഇവിടെ താമസിക്കാനോ? എന്നെ വിട്. ഞാൻ രാവിലെ പൊക്കോളാം. എന്നെ വിട്. നാട്ടുകാർ നോക്കി എന്നെ വിട്. എന്നെ വിട്. കൊമ്പ് വിടും. 10-13 വർഷം കൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നു. നീ എന്റെ ശരീരം പോലും നിനക്ക് നോവുന്നുണ്ടോ? ഈ 13 വർഷം കൊണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നു. നിന്റെയും ശരീരം വന്നോ പാർക്കല്ലാണോ നോക്കട്ടെ? നോവുന്നോ? വേദനിക്കുന്നോ? ഇതുപോലെയാണ് എന്റെ ശരീരം ഇഞ്ചിഞ്ചായിട്ട് നോവുന്നത്. ഇതുപോലെയാണ് എനിക്ക് നോവുന്നത്. ഇനി ഞാൻ നിന്നെ ഇടികൊള്ളത്തില്ല. ഞാൻ പൊക്കോളാം. ഞാൻ നേരം വെളുത്ത് എന്റെ വീട്ടിൽ പൊക്കോളാം. ഇനി എനിക്ക് അടി കൊള്ളാൻ വയ്യ. തലമട എങ്ങനെയും തലയെ പിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇടിക്കുന്നു. എന്നെ അടിച്ചപ്പോ നോവുന്നല്ലോ. ഇപ്പൊ നോവുന്നുണ്ടോ? ഇത് നാട്ടുകാരെ ഓടി വാ. ഞാൻ പിടിച്ചു കാണിക്കാം. നാട്ടുകാരെ ഇങ്ങനെ ഉപദ്രവിക്കുവോ? നാട്ടുകാരെ ഓടി വായോ. എന്നെ ഇടിക്കുന്നേ, എന്നെ ഉപദ്രവിക്കുന്നേ, എന്നെ പീഡിപ്പിക്കുന്നേ. നാട്ടുകാർ വരട്ടു. എനിക്ക് 13 വർഷം കൊണ്ട് ഈ അടവിൽ കൊണ്ട് എനിക്ക് വയ്യ. എന്റെ തലയെല്ലാം പോയി വേദനിച്ച്. എന്തടിയാ? കള്ളുകുടിയുടെ ഭവിഷ്യത്ത് കാരണം നശിച്ചു. വാരിയിലിട്ടിട്ടോ? ഈ കള്ളുകുടി കാരണം കുടുംബം നശിച്ചോ? കുടുംബത്തിന്റെ നോക്കുന്നോ? കുടുംബത്ത് ഉപ്പുകല്ല് വാങ്ങിച്ചു തരുന്നോ? ഞങ്ങള് കുടിച്ചു കിടക്കുന്നോ കുടിക്കാതെ കിടക്കുന്നോ നോക്കുന്നോ? കള്ളു കുടിക്കാനും കൂട്ടുകാരുടെ കൂടെ അറമറിക്കാനും തൊട്ടുപോകരുത് തന്നെ. എന്നെ തൊട്ടുപോകരുത് തന്നെ. എന്നെ ഭാര്യയിലിട്ട് കുത്തിയോ? എന്റെ അടിവയറ്റില്, എന്റെ നാട്ടുകാരെ ഓടി വന്നാണ്ട് എന്നെ പീഡിപ്പിച്ചു, എന്നെ ഉപദ്രവിച്ചു, എന്നെ ആക്രമിച്ചു. എന്റെ തലമുടിയെല്ലാം കുത്തിപ്പിടിച്ച് ഡെയിലി എന്റെ തലമുടി. ഈ തലയോട്ടി ഇനി ഒന്നും കൊള്ളത്തില്ല. ഈ തലയോട്ടി ഒന്നിനും കൊള്ളത്തില്ല. ഇങ്ങനെ അന്യായം നീ ചെയ്യരുത്. ഭർത്താവ് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സഹിച്ച് ഈ 13 വർഷം ഞാൻ ജീവിച്ചത്. എന്റെ കൊച്ചിനെ എനിക്ക് ചെലവിന് തരുന്നില്ല. എത്ര നാളായി നീ ഉണ്ടാക്കുന്നതെല്ലാം നിന്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും നിനക്ക് കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനും നീ വിനിയോഗിക്കുന്നു. എനിക്ക് എന്റെ കൊച്ചിന് ചെലവിന് തന്നിട്ട് നീ ഉപദ്രവിച്ചെങ്കിലും വേണ്ടിയല്ല. അതിനുള്ള അർഹത ഇനി നിനക്കില്ല. ചെലവിന് തരാത്ത നിനക്ക് എന്നെ ഉപദ്രവിക്കാനുള്ള അർഹതയില്ല. അയ്യോ നാട്ടുകാരെ ഓടി വാ. എന്നെ പീഡിപ്പിച്ചേ നാട്ടുകാരെ ഓടി വാ. എന്നെ ഞാൻ പിടിച്ചു പോലെ വിടന്റെ കഴുത്ത് നിന്നെ ഞാൻ പിടിച്ചു കെട്ടി. ഇനി ഞാൻ നിനക്ക് കള്ളു കുടിച്ച് നിനക്ക് ഓരോക്കും പിന്നെ കിടക്കണോ നിന്നെ കിടക്കണം. അയ്യോ നാട്ടുകാര് എന്നെ അടിക്കണേ. നാട്ടുകാര് എന്നെ അടിക്കണേ. എനിക്ക് ഗതി കെട്ടാം. ഇവിടെ കിടക്ക്. എനിക്ക് ചാരായം മേടിക്കാൻ ഡെയിലി 500 രൂപ വേണം. വീട്ടില് തീ പകയുന്നില്ല. ഗ്യാസ് കുറ്റി തീർന്നിട്ട് 1 മാസമായി. നീ എടുത്തു തന്നോ?
തന്നോ? നിന്റെ ഇടി കൊള്ളാനുള്ള യോഗ്യത നിനക്കില്ല. നിനക്ക് എന്നെ തൊടാനുള്ള യോഗ്യതയില്ല. ചെലവിന് തരാത്തവൻ എന്നെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഈ കള്ളുകുടി കാരണം കുടുംബങ്ങൾ നശിച്ചു. ഓരോ പെൺകുട്ടികളുടെയും കണ്ണുനീരാ വീണോണ്ടിരിക്കുന്നത്. എടുത്തിട്ട് കള്ളു കുടിച്ചിട്ട് ആരോഗ്യം കയറി നീ എന്നെ എടുത്തിട്ട് 13 വർഷം കൊണ്ട് ഉപദ്രവിക്കുന്നില്ലയോ? കൊള്ളാവല്ലോ. നാട്ടുകാർ വരട്ടെ. നീ എന്നെ പിച്ചു കീറി എന്നെ ഉപദ്രവിച്ച് എന്നെ അടിച്ച് നിന്റെ അടിയും കൊണ്ട് എനിക്കിനി വയ്യ. ഇത്രയും ചവിട്ടിയാ കടിക്കാത്ത പാമ്പുകളില്ല. 1 വട്ടം കടിച്ചു, 2 വട്ടം കടിച്ചു, നീ 100 വട്ടം എന്നെ കടിച്ചു. എന്നെയും എന്റെ വാപ്പായുമായും കഷ്ടപ്പെട്ടാ വളർത്തിയത്. നിന്റെ കൂടെ കൂടി ഞാൻ അടിയും കൊണ്ട് എന്റെ ജീവിതം തൊലഞ്ഞു. എനിക്കിനി വേണ്ട. എനിക്കിനി നീ ചാവടാ. കള്ളുകുടിയനായ ഒരു വാപ്പാന്നും പറഞ്ഞിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പദവിയില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് നാണോമാനവും ഇല്ല. എന്റെ കുഞ്ഞുങ്ങൾ കള്ളുകുടിയന്റെ മോന്. നീയൊക്കെ ഇനി ജീവിച്ചിരിക്കണം. ഇപ്പോ എന്റെ ജീവിതം പോയി. ഞാനിനി എന്റെ ജീവിതം പോയി. എനിക്കിനി ജീവിതമില്ല. സഖികെട്ട് ഞാൻ ചെയ്തതാണേ. എനിക്ക് എത്ര വർഷം കൊണ്ട് 13 വർഷം കൊണ്ട് ഞാൻ അടിയും കൊള്ളുവാണ്. എന്റെ അടിവയറ്റിലെല്ലാം തൊഴിച്ചു. എന്നെ ഇടിച്ച് എന്റെ തല പൊക്കാൻ വയ്യ. ഈ കള്ളുകുടിക്കല്ലേ എന്ന് നിരന്തരം ഞാൻ പറയുക. അള്ളാഹുവേ, ഓരോ കള്ളുകുടിയന്മാരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഗതികേട് വെക്കല്ലേ. അയ്യോ, എന്നീ കള്ളുകുടി നാട്ടിൽ നിന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ ഉള്ളേ എല്ലാവർക്കും സ്വസ്ഥതയും സമാധാനവും. കള്ളുകുടിച്ചാ വയറ്റിൽ കിടക്കാതെ വന്ന് ഉപദ്രവമാണേ. വീട്ടിൽ ഉപദ്രവമാണ്. ചത്തില്ലയോ? കാലമാനം ചത്തില്ലയോ? 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 എന്നെ വിട്.